പറയ പോലെ എന്തെല്ലാം വിശേഷങ്ങൾ? സുഖമാണ് അൽഹംദുലില്ലാ ഖൈർ. പിന്നെ അല്ല മൗലവി അടിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഫോൺ അടിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണോ, ഞാനും നീയും നമ്മൾ രണ്ടാളും മാത്രം സംസാരിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളെ നിലവിലുള്ളതുണ്ടല്ലോ, അതിപ്പോ വലിയൊരു ഒരു മെച്ചം കിട്ടിക്കോളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും പ്രത്യേക ഫലം ഉണ്ടാവില്ല എന്നുള്ള നിലക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇനി പറഞ്ഞോ എന്താ എന്റെ പ്രശ്നം? അല്ല മൗലവി ഇപ്പോ സിഹർ ഫലിക്കുമെന്ന വാദത്തിലേക്കാണ് എന്ന് ജിന്നൂരികൾ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചു. അപ്പോൾ എനിക്ക് മറുപടി ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റേജുകളിലൊന്നും അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല, അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു നിർത്തി. നീ വേണമെങ്കിൽ ചോദിച്ചു നോക്ക്, അദ്ദേഹം അങ്ങനെ എവിടെ പ്രഖ്യാപിച്ചെന്ന് സിഹറിന് ഫലമുണ്ട്, ഹദീസ് എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചതായിട്ട് പറയുന്നു. അപ്പൊ മൗലവിയുടെ സിഹറിന് ഫലമുണ്ട് അതുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറഞ്ഞ അങ്ങനെയാണ്, അപ്പോഴും പറഞ്ഞിങ്ങനെയാണ്. ബുഖാരിയിൽ ഈ ഹദീസ് 7 സ്ഥലത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ ഹദീസിൽ പിന്നെ റസൂലുള്ളാഹിക്ക് പിശാച് ബാധിച്ചു എന്ന ഹദീസില്ല. ആ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഇനി വേറെ വല്ലതുമാണ് ചെയ്തിട്ടുള്ളത് അതും ആ ഹദീസിലില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും വിശദീകരിച്ചില്ല. അപ്പൊ ആ ഹദീസ് അതുപോലെ നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുമ്പോ ഉണ്ടാകുന്ന മെച്ചം വെച്ചാല് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരും ഈ ഹദീസിനെ അംഗീകരിച്ചിട്ട് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, ഈ ബുഖാരി ഇമാം 7 സ്ഥലത്ത് കൊടുത്ത ഈ ഹദീസുകളെ മുഴുവൻ നമ്മുടെ ഹദീസ് തള്ളി എന്നുള്ള ഒരു ഖ്യാതിയും വേണ്ട. എന്നാലോ നമ്മുടെ അഖീദക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ആ ഹദീസിൽ എന്തുണ്ടോ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ള ഒരു നയം മാത്രം. അതിന് മാറി ഇനി നമ്മൾ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ കൂടെ ലോകത്ത് സലഫുസ്വാലിഹീങ്ങളായ അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതന്മാരും ഇല്ലാതെ തന്നെ പറയാം. നമ്മളെ കൂടെ ആകെ ഉള്ളത് ഒരു അബൂബക്കർ ജസ്സാസാണ്. അദ്ദേഹത്തെ പറ്റി ഇബ്നു തൈമിയനെ പോലുള്ള ആൾക്കാർ സംശയം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന് ചില വാദങ്ങളിലൊക്കെ മുഴുത്തിരിച്ചുണ്ടാകാതില്ല ആളായിരുന്നു എന്നാണ്. അങ്ങനത്തെ ഒരാളും പിന്നെ നമ്മളെ ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ റഷീദ് റിവയും ഇങ്ങനത്തെ 2-3 ആൾക്കാരെ ഈ ഹദീസിനെ നിഷേധിക്കുന്നവരുള്ളൂ. നേരെ മറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് പണ്ഡിതന്മാരൊക്കെ ആ ഹദീസിനെ അംഗീകരിച്ചിട്ടാണ്. അപ്പോ നമ്മളിപ്പോ വിശ്വസിച്ചാൽ മതി, ആ ഹദീസിനെ അംഗീകരിക്കുന്നു. അതിന് അപ്പുറം ഇപ്പുറൊന്നും വേണ്ട, അങ്ങനെ ഒന്നും നമ്മൾ വിശദീകരിക്കാനല്ല. അതിലൊന്നും ഹദീസ് അംഗീകരിക്കുക വഴി നമ്മൾ അബൗദികമായ മാർഗത്തിൽ ഒരു ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വാസം കൂടി വരെയല്ലേ? അബൗദിക മാർഗത്തിലുള്ള ഇതൊന്നും മറ്റൊന്നും ഇത് പറയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ ജമിയത്തിലെ മദവാ മാടവൂർ വിഭാഗം എന്ന് പറഞ്ഞ കേരള മർക്കസ് ദഅവ വിഭാഗത്തിന്റെ ജമിയത്തുലമന്റെ ഒരു തീരുമാനമുണ്ട്. ഒരാൾക്ക് സിഹ്ർ ഫലിച്ചു എന്ന് ഇനി ഈ അർത്ഥത്തിൽ പോലും, ഏത് പിശാച് ബാധിച്ചു എന്ന അർത്ഥത്തിൽ പോലും ഒരാൾക്ക് സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അവന് ശിർക്ക് ചെയ്തു എന്നോ കുഫ്ർ ചെയ്തോ എന്നോ പറയാൻ പറ്റൂല എന്നാ. ഇതെനിക്ക് എവിടുന്ന് ചോദിച്ചാൽ കിട്ടുന്നതാണ്. MI സുല്ലമിനോട് ചോദിച്ചാൽ കിട്ടുന്നതാണ്. MI സുല്ലമിൻ 4-5 ദിവസം മുമ്പ് വരെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ്, ഒരാൾക്ക് ഈ സിഹ്ർ 30 ആൾക്കാർ പറഞ്ഞ അർത്ഥത്തിൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും അത് ഷിർക്കാണ്, കുഫ്രാന്ന് പറയാൻ പറ്റും. അതൊക്കെ മടവൂർ സാഹിബൊക്കെ പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ. അദ്ദേഹമൊക്കെ വന്ന് പറഞ്ഞത് പറഞ്ഞു ഈ പ്രവാചകൻ നമ്മൾ അന്തംഗമ്പിയാണെന്ന് പറയേണ്ടി വരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് പ്രസംഗിച്ചല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അന്തംഗമ്യാണ് എന്ന ആ അർത്ഥത്തിൽ അത്ര തന്നെ പറയലൊരു സൂക്ഷ്മത കുറവാണ്. അതൊന്നും പൈലില്ല. അതിലാകെ ഉള്ള പെന്ത് നബിക്ക് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നിയ ഭാര്യമാരെ പോയി എന്ന് നമ്മൾ മലയാളത്തിൽ ഞങ്ങളോടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഹദീസിലുള്ള ഞാൻ പറഞ്ഞിട്ടോ, വിശദീകരണങ്ങളൊക്കെ പിന്നെ നമ്മളെ വകയായിരുന്നു. ഹദീസിലുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ മലയാളത്തിൽ ഒരു എക്കച്ചക്ക, ഒരു ശങ്ക അല്ലേ, അത് 6 മാസക്കാലം തുടർന്നു എന്ന് പറയല്ലേ? അപ്പോ ആ കാലത്ത് ജനങ്ങൾക്ക് ഇമാമ് നിസ്കരിച്ചിട്ടുണ്ട്, നബി ഖുതുബ നടത്തിയിട്ടുണ്ട്, നബി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, മറ്റു ദീനീ കാര്യങ്ങളൊക്കെ ആ കാലത്ത് നബിക്കുണ്ടായിട്ടുണ്ട്. ഇതൊന്നും തടസ്സമായിട്ടില്ല. അപ്പൊ ആ കോലത്തിലേക്കൊന്നും ആയില്ല. ഈ ഒരു ശങ്ക ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അതിലുള്ളല്ലോ. 6 മാസക്കാലം നിന്നുള്ള ഹദീസ് അപ്പൊ അതിലും ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ 6 മാസക്കാലം ഹദീസ് അത് ബുഖാരിയിലില്ല. 6 മാസമോ 3 മാസമോ ഒരു പരിധി ബുഖാരിയിലെ ഹദീസിലില്ല. അത് 6 മാസത്തിന്റെ ഹദീസ് നമ്മൾ അംഗീകരിക്കണ്ടേ? അല്ല, 6 മാസം ബുഖാരിയിലില്ല, മുസ്ലിമിലും ഇല്ല. അതെവിടെ ഉള്ളത്? അഹമ്മദിലുണ്ടല്ലോ.
അത് മറ്റേതിലാണ് ഇമാം പിന്നെ ഇബ്നു ഹജർ ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെയും ഉണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ബുഖാരിയിലോ മുസ്ലിമിലോ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ അംഗീകരിക്കണമോ വേണ്ടെന്നുള്ളതാണ്. ഈ 6 മാസക്കാലം സംഭവിച്ചത്. 6 മാസക്കാലം 6 മാസം ആണെങ്കിൽ പോലും ഇനിയിപ്പോ ആ ഹദീസ് സഹീഹ് ആണെന്ന് തന്നെ വെക്കുക. ആ ഹദീസിന്റെ സിഹത്ത് അത്രമാത്രം ആധികാരികമായിട്ട് ഞാൻ പരതിയിട്ടില്ല, ഞാൻ തന്നെ വെക്കുക. എന്നാൽ പോലും റസൂലുള്ളാഹിക്ക് ഇതിന്റെ ഇബാദത്തിനോ നബിന്റെ ദഅവത്തിനോ നബിക്ക് വഹി വരുന്നതിനോ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിൽ നിന്നും അല്ല, ഒരു സാഗറിന്റെ പ്രവർത്തനം മൂലം പ്രവാചകൻ ഇത്തരം ശങ്കകൾ ഉണ്ടാവുക എന്ന് പറയേണ്ടത് നമുക്ക് അത് മനസ്സിലായില്ലേ? അതിന്റെ പിന്നിലുള്ള പുറകിലുള്ള വശം ആ ഹദീസിൽ പറയുന്നില്ല. അത് ചെയ്യേണ്ട ബാധ്യത നമുക്കില്ല. അതിൽ പറയില്ലല്ലോ, അതിൽ പറയില്ല സാഹിർ ചെയ്തത് പിശാചിനെ ഉപയോഗിച്ചാ ചെയ്തെന്ന ഹദീസിൽ പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യകാരണ ബന്ധവും ഇല്ലാതെ പ്രവാചകൻ ഇത് സംഭവിപ്പിക്കാൻ സാഹിറിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അള്ളാഹയോട് തുലനപ്പെടുത്തലല്ലേ സാഹിറിനെ? അങ്ങനെ ആവുമ്പോ നമ്മള് കുഫിയത്ത് ശിർക്ക് എന്ന് പറയും വേണ്ടി വരില്ലേ? അതാണ്. അങ്ങനെ എന്നിട്ട് ജമിയത്തുലമ അങ്ങനെയല്ലല്ലോ പാസാക്കിയ കുഫിയത്ത്. പിശാചിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പോലും ദിലിപ്പ പിശാചിനെ ഉപയോഗിച്ചൊന്നുമില്ല. പിശാചിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല, പറയാൻ പറ്റില്ല. അല്ല മോലെ, പിശാചിനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും യാതൊരു നിലയ്ക്കും ബന്ധമില്ല, കാര്യകാരണ ബന്ധമില്ല പ്രവാചകനുമായിട്ടെ. പക്ഷെ പ്രവാചകന് സീർ മൂലം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു, അതാണ് വിഷയം. അല്ല, നമുക്കിപ്പോ തീരല്ലേ കാര്യം. കാരണം നമുക്കറിയാത്ത എന്തായാലും കാര്യം ഉണ്ടായത് വല്ല മരുന്നിന്റെ ഫലമാണോ അല്ലാത്ത ഫലമാണോ അതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് പിന്നെ ഒരു സദസ്സിനെ വരെ ഹിപ്നോട്ടിസം ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എൻ്റെ അടുത്തൊരു പുസ്തകമുണ്ട്, ഒരു പ്രഗത്ഭ ഹിപ്നോട്ടിസം എഴുതിയൊരു ബുക്കാണ്. ഒരു സദസ്സിനെ വരെ ഹിപ്നോട്ടിസം ചെയ്തിട്ട് അവര് ഗൾഫിക്ക് പോകുന്ന, അവർ ദുബായിലാണ് നിൽക്കുന്നത് എന്നുള്ള പ്രതീതി അവരെ കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞാൽ അത് ഉണ്ടാക്കിയത് പത്രത്തിൽ ഒന്നും ചെയ്തു. കാര്യകാരന് ബന്ധമുണ്ടോ? അല്ല, അതുകൊണ്ട് ശിർക്കാന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് നേരെ വ്യക്തിയെ നമ്മളെ നോക്കിയിട്ടേ പോലെ ഇപ്പം അതൊന്നും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹിപ്നോട്ടിസം ചെയ്യുന്നവര് നേരെ വ്യക്തി. ഇപ്പൊ അതല്ല, ഇത് പ്രവാചകൻ വീട്ടിലിരിക്കുന്നു, സാഗർ വേറെ എവിടെയോ ഇരിക്കുന്നു. പക്ഷെ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല, ഒരിടത്തും സാഗർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നു, അതാണ് വിഷയം. അങ്ങനെ അതിലിപ്പോ എന്താ നമുക്ക് അഭൗതികമായി രക്ഷാശിക്ഷകൾ കൊടുത്തു എന്നോ അത് പിശാചി ചെയ്തു എന്നുള്ള നമ്മളെ വലിയ പ്രശ്നം എന്താണ്? അങ്ങനെ ആയാൽ പോലും ഒരു കുഫിയത്തില്ല എന്നല്ല ഇപ്പൊ പറഞ്ഞ മായ്ക്ക് അങ്ങനെ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞ മായ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമാവും. അത് കുഫിയത്താണ്, ശിർക്കാണ്. ആ കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ജമ്മിയത്തിലും കുഫിയത്തല്ല ശിർക്കല്ല എന്ന് പാസ്സാക്കൂലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ ഉമർ സുല്ലമി പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്ക് സൗകര്യം പോലെ ഉമർ സുല്ലമിനോട് ഞാൻ പറഞ്ഞു എന്നൊന്നും പറയണ്ട, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്ന. കാരണം അപ്പൊ മൂപ്പര് തെറ്റിദ്ധരിക്കും, ഞാൻ മൂപ്പരെ പറ്റി കുറ്റം പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കും. നമ്മളിപ്പോ ഇതിക്ക് പോന്നിട്ട് ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ എന്ന് പറഞ്ഞ ഒരു ചെങ്ങായെ മാത്രമേ ഞാൻ വിമർശിച്ചുള്ളൂ, പേരെടുത്ത് വിമർശിച്ചിട്ടുള്ളൂ. അതിൽ തക്കതായ കാരണമുണ്ട്. ഓനാണ് കുറെ ഇതിലിപ്പോ നമ്മളൊക്കെ പോരുന്നതിലേക്ക് ചിന്തിപ്പിക്കുന്ന കുറെ കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കിയത് എന്റെ മൂത്താപ്പ ഓനാണ്. രണ്ടാമത് പരസ്യമായിട്ട് ഞാൻ മ്യൂസിയത്തിന്റെ അടുത്ത് നിന്ന് കായ് വാങ്ങി എന്ന് ദ്യോതിപ്പിക്കുന്ന രൂപത്തിൽ എന്നെ കുതിരാക്കി സംസാരിച്ചു ഓനാണ്. വേറെ ചില പ്രവർത്തനം ചെയ്ത ഓനാണ്. അതുകൊണ്ട് അയാളെ മാത്രം ഞാൻ പേരെടുത്തോ അല്ലെങ്കിൽ സൂചിപ്പിക്കണ മനസ്സിലാകുന്ന രൂപത്തിൽ മൂപ്പരെ മാത്രമേ ഞാൻ വിമർശിച്ചുള്ളൂ. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളിന്ന് പോയതെന്നുള്ളതാണ് ചോദ്യം. അത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് കാരണം. അതൊക്കെ പിന്നെ എന്റെ യാസ്മീനെ ഞാൻ ഇന്നലെ ഒരു ഇവിടെ എടത്തനാട്ടുകാര പൊതുയോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്, മിഞ്ഞാന്ന് എടവണ്ണ കുണ്ടുതോടിൽ സംസാരിച്ചിട്ടുണ്ട്, അതിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഓൺലൈനിലൊക്കെ കിട്ടും, അത് സൗകര്യം പോലെ നീ കേട്ടാൽ മതി. അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യം ഇന്നും കുറെ ആൾക്കാർ ഇത് വിശദീകരിക്കാൻ മാറില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി, അത്രയൊക്കെ ഉള്ളൂ. അപ്പോ സിപിനോട് ചോദിച്ചു, സിപിക്ക് ഒരു നയം അദ്ദേഹം ഗൾഫ് എന്ന് പറഞ്ഞ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു, പിശാചിനെ ഉപയോഗിച്ച്, അതായത് അദ്ദേഹം റിയാദ് വിസിറ്റിന് വന്നപ്പോ നമ്മളെ ജിന്നൂരികളൊക്കെ പാടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഷെയ്ഖന്മാര് മൂപ്പരെ വിളിച്ച് ചോദ്യം ചെയ്തല്ലോ, നിങ്ങൾ സിഹറിനെ നിഷേധിക്കുന്ന പണ്ഡിതനാണോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പോലും ഞാൻ റസൂലുള്ളാഹിക്ക് പിശാച് ബാധിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് സിദ്ധിയായിട്ട് എന്ന് വെച്ചാൽ വല്ല പച്ചമരുന്നിന്റെയോ മറ്റോ ഫലമായിട്ട് എന്തെങ്കിലും തോന്നി എന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഷെയ്ഖന്മാര് ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാതെ ഓഡിറ്റോറിയം കൊടുത്തു. അത് റിയാദ് എന്നപ്പോ എന്നോട് അടുത്ത പ്രവർത്തകർ പറയുന്നു, സീറ്റ് തന്നെ ഒന്നിലധികം വട്ടം നമ്മളെ ജമിയത്തുൽ അല്ല മർക്കസ് ദഅവീന്ന് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോ സീറ്റ് ഇപ്പോൾ എന്താ പറഞ്ഞത്, റസൂലുള്ളാഹിക്ക് വല്ല തോന്നൽ അസ്വസ്ഥത ഉണ്ടായെങ്കിൽ പോലും അത് ചിലപ്പോൾ വല്ല മരുന്നിന്റെ അതിന്റെ ഒക്കെ ഭൗതികപരമായിട്ട് വല്ലതും ആയിരിക്കാം. കിട്ടുന്നില്ല. അപ്പൊ ഒന്നാമത് സീറ്റ് ഇപ്പൊ അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാ? പിശാചിനെ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ല,
പിശാചിനെ ഉപയോഗിച്ചു എന്ന് ഹദീസിലും പറയണില്ല. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരും അത് വിശദീകരിച്ചില്ല. അപ്പൊ അതിലുള്ള മാർക്ക് മാത്രം ഞാൻ ആ ഹദീസിനെ അംഗീകരിക്കുന്നുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതിനെ അംഗീകരിച്ചേക്കാണ്. ഇതിലപ്പുറം എന്റെ വകയായിട്ടോ മറ്റൊരു വിശദീകരണത്തിലേക്ക് ഒന്നും പോവാതെ നമ്മൾ അതിനെ സത്യത്തിൽ എന്റെ യാത്ര നമ്മൾ ഈ ബുഖാരിയിലെ ഹദീസിനൊക്കെ ഞാനടക്കം കുറെ വിമർശിച്ചതൊക്കെ അതിലേക്കൊക്കെ നമ്മളൊരു ഗവേഷണം നടത്തിപ്പിക്കുന്നത് മൊരട് ചെയ്തിരിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ അവന് ഇത് സിഗറല്ലേ സിഗർ ചെയ്തവൻ ശിർക്ക് ചെയ്തിരിക്കുന്ന ജനങ്ങളുടെ കാര്യമല്ല. ഇപ്പൊ ജനങ്ങളിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എങ്ങനെ വിശ്വസിക്കുന്നത്? ഇത് പൈശാചികപരമായിട്ട് ചെയ്യണ കാര്യമാണ് എന്നും ഇതൊക്കെ ചെയ്യുന്ന വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതിനല്ലേ റസൂലുള്ള ആ ഒരു വിശ്വാസത്തിനല്ലേ നബി ശിർക്കിലേക്ക് എത്തിക്കുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ ഹദീസിൽ അതൊന്നും ഇല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഹദീസില് വ്യക്തമായിട്ടുണ്ട്. കാരണം കുഴിയിൽ ഇങ്ങനെയൊക്കെ ഇട്ടപ്പോഴാണ് പ്രവാചകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോഴേ പ്രവാചകനും ഈ കുഴിയിൽ കിടക്കുന്ന സംഭവങ്ങൾ എങ്ങനെ പ്രവാചകനെ ബാധിച്ചു എന്നുള്ളതൊരു വിഷയമാണ്. അത് സത്യത്തിൽ നമുക്ക് തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും അതിന് ചില ആൾക്കാർ ചില വജീഹൊക്കെ പറഞ്ഞതുണ്ട്. അത് എങ്ങനെയാണ് എന്തിനാ ഈ കുഴിയിൽ ചീർപ്പും ഈ സാധനമൊക്കെ കൊണ്ടുപോയിട്ടത്, അത് എവിടുന്നാ വന്നത്, എവിടുന്നാ നബിന്റെ ഈ ചീർപ്പും മുടിക്കെട്ടും കിട്ടിയത്, നമ്മുടെ ഈ സുന്നികളുമായിട്ട് ചർച്ച ചെയ്തപ്പോ ഇതൊക്കെ ചില ആൾക്കാരൊക്കെ പല വിവരണമൊക്കെ നൽകിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഒരു കൃത്യമായ ഉജ്ജത്തില്ലാത്ത ആയതുകൊണ്ട് അതൊന്നും ഇപ്പൊ നമുക്ക് ഇതിനോട് ബന്ധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിപ്പോ ഇത്ര വിചാരിച്ചാൽ എന്താ കുറ്റം? ഇത്രയും വിചാരിച്ചു. ഈ ബുഖാരിന്റെ ഹദീസിൽ ഇത്ര ഉണ്ട്, ഞാൻ ആ ഹദീസിനെ അംഗീകരിക്കുന്നു. കാരണം ആ ഹദീസ് മുസ്ലിമീങ്ങൾ ആരും തള്ളിയിട്ടില്ല. ഈ മടവൂർ വിഭാഗം പറയുന്നത് ഖുർആനിൽ ഈ ആയത്തിനെതിരാണെന്ന് പറയുന്നുണ്ട്. റസൂലിനെ സിഗർ ബാധിച്ചെന്ന് പറയുന്നത് അക്രമികളാകുന്നു. മടവൂർ വിഭാഗം അത് പറയുമ്പം ആ മടവൂർ വിഭാഗത്തിനോട് ചോദിച്ചു നോക്കുക. ഈ ഹദീസ് വിശദീകരിച്ചോടുത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഞാൻ ഈ വെരലിൽ തന്നെ 2-3 ആളല്ലാത്തോല് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ ഈ ഹദീസ് ആയത്തിനെതിരാണെന്ന് പറയുകയോ ആയത്ത് വിശദീകരിച്ചോടുത്ത് എവിടെയെങ്കിലും ഹദീസിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിപ്പോ ഈ ഒസൽമന്നർസല്ലാമിൻ കബിലിക്ക എന്ന് പറഞ്ഞ ആയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടോ? കൊട്ടപ്പുറം പിന്നെ സംവാദത്തിൽ ചോദ്യപ്പോ നമ്മളെന്താ അതിന് മറുപടി കൊടുത്ത്? എന്റെ മുസ്ലിയാരെ, ലോകത്ത് ഏതെങ്കിലും ഒരു പ്രഗത്ഭന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് മരിച്ചവരോട് തേടാനുള്ളതെന്ന് പറഞ്ഞോന്നാ ചോദിച്ചത്. അതിന് സുന്നികൾക്ക് ഇതുവരെ മറുപടി പറയാൻ കഴിയിട്ടില്ല. എന്നതുപോലെ ഈ ആയത്തും ഹദീസും പരസ്പര വൈരുദ്ധ്യമാണ് എന്ന് ലോകത്ത് അഹ്ലുസുന്നന്റെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, വിമർശിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനി എനിക്ക് ഞാൻ നേരം വെക്കുകയാണ്, എന്റെ ഒരു പൈസന്റെ പ്രശ്നം, എന്റെ ചാർജ് അല്ല ഇപ്പൊ വിളിക്കണ്ട. ഞാൻ എന്റെ ഇന്ന് ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഇത് കുത്തിയൊക്കെ ആണെങ്കിൽ അപ്പൊ ഇങ്ങനെ ഇപ്പൊ നിൽക്കാൻ പോവുക. ഈ പിന്നെ ഒറ്റവാക്കിൽ ഞാൻ വേഗം പറഞ്ഞുതരാം. തഫ്സീറായ തഫ്സീറിലൊക്കെ എന്താ പറഞ്ഞോളാം. അവിടെ ഇവര് പറഞ്ഞത് എന്താ? മസ്ഹൂർ എന്ന് പറഞ്ഞാൽ കേവലം ചെറിയ ഹദീസമാർക്കൊരു തോന്നൽ എന്നല്ല. അവര് പറഞ്ഞത് ഇയാളാകെ കേടുവന്നു. മറ്റൊരർത്ഥത്തില് വേറെ ഒരു വിഭാഗത്തിന്റെ കള്ളവാദങ്ങൾ ഖുർആനായിട്ട് മുഹമ്മദ് ഇവിടെ അവതരിപ്പിക്കുമാർ ഇയാൾ വട്ടുപിടിച്ച ആളായിട്ടുണ്ട്, പിരാന്തനായിട്ടുണ്ട്, മജ്നൂനായിട്ടുണ്ട്. ഈ രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ ആയപ്പോഴാണ് അള്ളാഹു താല പറഞ്ഞ കണ്ട റസൂലെ അങ്ങേ എന്തുമാത്രം ഖുർആനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കള്ളക്കഥ അസാത്തീറുൽ അവ്വലീൻ മുമ്പേനോട് പറഞ്ഞിരുന്നോ, ഇത് പൂർവികന്മാരുടെ കള്ളക്കഥയാണെന്ന് അവർ പറഞ്ഞിരുന്നല്ലോ. ഈ രൂപത്തിൽ പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞ ഫവല്ലു ഫലായസ്തൂന സിബീല, അവർ വഴി പേച്ചു മടങ്ങി വരില്ല. അതേ സമയത്ത് നോക്ക്, മൂസാ നബിന്റെ ആ ബലി ചെയ്ത മാജിക്കിനെ സംബന്ധിച്ച് അള്ളാഹ് അവിടെ ഉപയോഗിച്ചത് എന്താ? അദ്ദേഹത്തിന് തോന്നലുണ്ടാക്കി. എങ്ങനെ? ബി സിഹിരിഹിം, അവരുടെ സിഹിർ മുഖേന. അവിടെ അള്ളാഹ് ഉപയോഗിച്ചത് കണ്ടോ? സിഹിർ ഒരു നിലക്ക് മൂസാ നബിക്ക് ബാധിച്ചു തന്നെയുള്ള അർത്ഥം. മൂസാ നബിക്ക് ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. അവിടെ ആ തോന്നൽ ഉണ്ടാക്കിയല്ലോ, യഥാർത്ഥത്തിന് വിരുദ്ധമായി അവരുണ്ടാക്കിയ ആ തോന്നല് മൂസാ നബിന്റെ മനസ്സിൽ കടന്നേന് അള്ളാഹു താല മൂസാ നബിനെ മസ്ഹൂർ സിഹിർ ബാധിച്ചവൻ എന്നോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് അതിനെ ശക്തമായി വിമർശിക്കാനുള്ള കാരണം അവർ മസ്ഹൂർ എന്ന് പറഞ്ഞതിന്റെ ആശയം മജ്നൂൻ, ഇങ്ങനെയൊക്കെ തഫ്സീർ കൊടുത്ത് മജ്നൂൻ തനി പിരാന്തനാണ്, മറ്റുള്ളവരുടെ കള്ളക്കഥകൾ ഏറ്റുപിടിച്ച് ഞാൻ സ്വയം നബിയാകുകയാണ്, അതല്ല അയാൾക്ക് ജിന്നു ബാധിച്ചുകൊണ്ട് സ്വയം മലക്കാണ് എന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതിന്റെ വിശദീകരണം. ഇന്ന് നമുക്ക് ഒരാൾ സിഹിർ ചെയ്താൽ ബാധിക്കുമെന്ന് വിശ്വസിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് സിഹിർ ചെയ്താൽ എങ്ങനെ സിഹിർ ചെയ്താൽ രൂപത്തിലോ നമ്മൾ പേടിക്കണോ? നമ്മൾ പേടിക്കേണ്ടതില്ല. വേറൊരാള് നമുക്ക് പേടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. തന്നെയോ അല്ല, പ്രവാചകന് പോലും ബാധിച്ചില്ലേ?
സിഹിറ് അല്ല പ്രവാചകനെ വായിച്ച പിശാചിനെ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ യാസ്മീന് ഞാൻ കൊടുത്തിട്ട് എവിടെയെങ്കിലും വല്ല മരുന്നോ വേറൊരു രൂപത്തിലോ ഹിപ്നോട്ടിസം മുഖേന പറഞ്ഞ കേക്ക് അല്ല ഞാൻ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞ മറുപടി പറയാനൊന്നും സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചു കൊടുക്കുന്നത്? ഞാൻ പറയട്ടെ, ഈ സിഹിർ നിങ്ങൾ ഇത്ര ആശയം വെക്കുന്നുള്ളൂ. സിഹിർ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലും ഖുർആൻ അല്ല സുന്നത്തിൽ ഹദീസിലുണ്ട്, അറബി ഭാഷയിലുണ്ട്. നബി എന്നെ പറഞ്ഞിട്ടില്ലേ നല്ല പ്രഭാഷണം അതൊരു സിഹിറാന്ന് അർത്ഥത്തിലുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് യാസ്മീൻ പിശാജ് താങ്കളുടെ തലയിൽ ഒരാള് വേറെ ഏതെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടാക്കിയ മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കിയാൽ അത് ഹറാമാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നിർത്തണം. ഒരാൾക്ക് കഴിഞ്ഞ ഞാൻ സംസാരിക്കുമ്പോൾ ഇല്ല നോട്ടിച്ച് പോകാൻ എഴുതിച്ചോ അല്ലെങ്കിൽ നോട്ടിച്ചോ എന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചോ അല്ല ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ കാശ് വെറുതെ കളഞ്ഞാണ്. നിങ്ങൾ അങ്ങനെ കേൾക്കാൻ മനസ്സുണ്ടോ? നിനക്ക് വേറെ ഭൗതികപരമായ ഏതെങ്കിലും രൂപത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായി ഒരാളെ കൊണ്ട് ഇല്ലേ, അത് ശിർക്കോ കുഫറോ ആണോ? ഒരാൾ ഭൗതികമായിട്ടുണ്ടാക്കിയാൽ അത് ശിർക്കോ കുഫറോ അല്ല, മറിച്ച് ഞാൻ വേറൊരിടത്തും മറ്റൊരാൾ വേറൊരിടത്ത് ഇരിക്കുമ്പോൾ അയാളൊരു കുഴിയെടുത്തിട്ട് അതിൽ പൂവ് മുടിയിട്ടാൽ എനിക്കെങ്ങനെ ഫലിക്കും? അതിന്റെ പുറകിലുള്ളതൊന്നും നമുക്ക് അറിയണില്ല. ഏതായാലും ശൈത്താനെ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ അത് അബോധികമായില്ലേ മോലെ? അബോധിയായിട്ട് ഒരാൾക്ക് എന്നെ ശരിക്കും നമ്മളെ മനസ്സിന് മാറ്റം വരുത്താൻ കേവലം ചില വർത്താനങ്ങൾ വരെ ചില മനസ്സിന്റെ താളം തെറ്റിക്കും. ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ മോലെ, എവിടെയാ കുടിയിലെടുത്തിരുന്ന പൂവിനെ കുറിച്ച് നമ്മൾ പ്രവാചകൻ അറിയെങ്കിലും ചെയ്യും, നമ്മൾ അറിയുന്നില്ലല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ യഥാർത്ഥ മനസ്സിന്റെ വിശ്വാസം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ചില വിഷയങ്ങൾ കേട്ടാൽ നമുക്ക് ഉണ്ടാവാറില്ലേ? അതൊക്കെ തെറ്റിന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നല്ലോ. ഒരു ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരാൾ നിന്റെ മനസ്സിനെ ഇളക്കിയാൽ ആ ഇളക്കൽ ശീർത്താനൊന്നും അല്ലല്ലോ, ഭൗതികല്ലേ. ഞാൻ അറിയുന്നില്ല വേറൊരാളടുത്ത് പോകും. അവിടെ അതിന്റെ അപ്പുറമുള്ള ഒരു കാര്യം ഹദീസിൽ വിശദീകരിച്ചില്ല. മൗലവി ഇതില് ഹദീസില് പ്രവാചകന് വഹി ലഭിക്കുന്നുണ്ട് സിഗർ വെച്ചു എന്നുള്ളതിനെ. നമുക്ക് അങ്ങനെ തൽക്കാലം പ്രവാചകന് മനസ്സിൽ നിന്നുണ്ടാകും. പക്ഷെ നമ്മൾ അറിയുന്നില്ല വേറൊരാളൊരിടത്ത് കുഴിയും വലിയ പൂവും മുടിയൊക്കെ ഇട്ടു, നമുക്കത് ഫലിക്കുമോ? ഫലിക്കണം നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല, ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ. പ്രവാചകന് ഫലിച്ചു, പ്രവാചകന് ഈ തോന്നൽ ഉണ്ടായി എന്നുള്ളത് പിന്നെ വഹി കിട്ടിയപ്പോഴാണ് എനിക്കന്ന്. ഇപ്പൊ നിനക്ക് വല്ലതും ഫലിച്ചു എന്ന് വിശ്വസിച്ച് നടക്കുക ആരെങ്കിലും പറഞ്ഞുതരാൻ വഹിയിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കത് തോന്നലുണ്ട്. നമ്മളത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഫലിക്കും ബേജാറായി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പ്രവാചകന് പോലും ഫലിച്ചുവെങ്കിൽ നമുക്ക് ഫലിക്കൂലേ? അസ്സലാമു അലൈക്കും. ഞാൻ നിർത്തുകയാണ്.